ഇപ്പം ചേലക്കരയിലും പാലക്കാടും UDF കൊടുത്ത പരസ്യം ഞാൻ കണ്ട് എൻ്റെ അപ്രൂവലോടുകൂടിയാണ് കൊടുത്തത്. കാരണം ഞാനത് പറഞ്ഞിരുന്നു, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു, ഒരാവശ്യമില്ലാത്ത വിവാദം അതിൻ്റെ അകത്ത് എഴുതരുത്. എനിക്ക് അതിൻ്റെ കോപ്പി, ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരണം. അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേലക്കരയിൽ, പാലക്കാട് എനിക്ക് അവർ അയച്ചു തന്നു. ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ അന്വേഷിക്കണം, ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന്. അപ്പോൾ CPM-ൽ ഈ മന്ത്രി കണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരും കാണാതെ. ഇലക്ഷൻ കമ്മിറ്റി കയറി കൊടുക്കില്ല, ഇലക്ഷൻ കമ്മിറ്റി പോലും അറിയാതെയാണ്. മന്ത്രി ഇന്നലെ ഓൺ ചെയ്തല്ലോ, അത് ശരിയാണെന്ന് പറഞ്ഞല്ലോ, ഈ കൊടുത്തിരിക്കുന്ന പരസ്യം ശരിയാണെന്ന്. അപ്പം മന്ത്രിയാണ്, ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് CPI നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഗുരുതരമാണ് ഇത് എന്നുള്ളത് ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പത്രത്തെ വിളിച്ച് മാത്രമല്ല ചോദിക്കേണ്ടത്, കൊടുത്ത ആളുകളെ കൂടി വിളിച്ച് ചോദിക്കണം, അതിനാവശ്യമായ നടപടികൾ എടുക്കണം. ഇത് കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായ പോരാട്ടവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകും.